ഇത് മറ്റേ പഴമാണ്, അതാണ് ഞാവൽ പഴം. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞമാർക്ക് നാവോൽ മരത്തിൻ്റെ അതൊക്കെ സാധനം കാണ്ട് നോക്കിതാ ഫുള്ള് നാവോൽ മരം. സാധനം കണ്ടിട്ട് സാധനം ഞാൻ കാണിച്ചു. കുറച്ച് പേനടാ, മേന ഇഷ്ടം പോലെ. പച്ചല്ല പോയിട്ട് ആണ്ട് നോക്കടാ, സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് അത്തയിലെ നാവൽ പഴം. എങ്ങോട്ടെ കുഞ്ഞാവാ, ഒന്നിടത്തൊന്ന് കഴിച്ചാണേ. എന്നാ ഞാൻ തരാം. അങ്ങനെ നാവൽ പഴം കഴിക്കണേ. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രസണ്ടാ കയറി. അങ്ങനെ മരക്കാർ ഇത് നാവൽപ്പഴം ഇറക്കാൻ വേണ്ടിയിട്ട് മരത്തിൽ കയറിയിട്ടുണ്ട്. മരക്കാരാ ഇസ്റ്റെടുക്കുള്ള കുലിക്ക്. അതല്ല അതിൻ്റെ മോളത്ത്. ഇങ്ങോട്ട് വരെ നല്ല അടിപൊളി നാവൽപ്പഴം. ആ ഒറ്റക്കൊമ്പ് കുലിക്ക്, ആ മേലക്കുള്ള ഞാൻ പറഞ്ഞില്ല മറ്റേ ദിശകൾ എന്തെങ്കിലും കിട്ടണില്ല. കിട്ടണില്ലേ? വീഡിയോ എങ്ങനെയുണ്ടായിനെ? നല്ല ഇതിന് മുകളിൽ സംഖ്യക്ക് ഉണ്ട്. പക്ഷെ കുലുക്കിയിട്ട് ചാടുന്നില്ല. അത് ആദ്യം തന്നെ ആൾക്കാർ കുളിക്കിട്ടുണ്ടാവും. നമ്മൾ വെറുതെ വിടൂല. ആ കാണുന്ന കേസ് നമ്മൾ നഷ്ടപ്പെട്ട് ഇവിടുന്ന് പോകുള്ളൂ. കണ്ടില്ലേ നമ്മൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. കുലുക്കി മോളിന് അർത്ഥം കേട്ടോ. അപ്പൊ നല്ല മധുരട്ടാ. നമ്മളെ നാട്ടിൽ നിന്ന് മരിക്കാൻ ചമ്മർപ്പുണ്ടല്ലോ, ഒന്നുമില്ല. ഭയങ്കര ചൂടാ. ഇനി ഇതൊക്കെ കഴിച്ച് ഇവിടുന്നൊക്കെ ഇതൊക്കെ അറുത്തിട്ട് ഇവിടെ പുറത്ത് ഒരു വാദിയുണ്ട്, അതിൽ പോയിട്ട് ഒരു കുളി പൊളിക്കും. 150-160 കിലോമീറ്റർ ഓടിയിട്ടേ നമുക്കൊരു സാധനം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നഷ്ടല്ലേ. മരത്തുമെന്ന് അറക്കണോ കഴിക്കണേ. അടിപൊളി. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചമർപ്പല്ലേ, ഇതൊന്നുമില്ല. പക്കായിട്ട് മധുരവും കറി
പക്ഷെ എന്താണ് ഈ ചൂടത്ത് ഭയങ്കര ചൂട്. ഇവിടെ വരുന്നോണ്ട് ഇതിമ കേറിക്കാണ്ട് ഇറക്കണോണ്ടാണ് പ്രശ്നം. കാരണം ഇങ്ങനത്തെ കൊമ്പ് കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കൊമ്പ് പൊട്ടിച്ചിട്ടുണ്ട് അവിടെയൊക്കെ. അതുകൊണ്ടാണ് ഇവര് വന്നിക്കാണ്ട് അത് ചെയ്യരുത് കേറരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ അത് അതിനോട് ഇങ്ങനത്തെ ഡ്രസ്സ് ഒന്നും ഇട്ടുകാണ്ട് വരണ്ടല്ലോ. ഒരു ബാഗ് ട്രൗസറൊക്കെ ഇട്ടുകാണ്ട് വരല്ലോ. അതിന്മേൽ നല്ലതുണ്ട് കുഞ്ഞാവാ. എല്ലാം നിറച്ചിട്ട് ഒരു കവർ നിറച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടോ. അടുത്ത കവർ ഞാൻ തരാം. മറക്കല ആഴ്ച അപ്പുറത്തേക്ക് എന്നാ അവിടെ കൊയിഞ്ഞാടുണ്ട് അതിമെന്ന് പിടിക്കുമ്പോ. ഇപ്പൊ ഞാൻ ഫ്രഷ് സാധനം ഇപ്പൊ ഇമ്മ നോക്കണുണ്ട്. ആ ഇവിടുന്ന് കല്ലെടുക്കും എറി അവിടുന്ന് തിന്നാണ്ട് കണ്ട് ഇട്ടൂടെ. ആ കവറവിടെ കൊളത്തി വെക്കണം കുഞ്ഞാവാ. ഒരു കൊമ്പുമ്പോ കൊളത്തിക്കോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ഈറടിച്ച് കണ്ട് ഒരു കുലിക്കൽ കുലിക്കാൻ മതി ട്ടാ. മരക്കാർ പെറുക്കും. ഇവിടെ അല്ലേ നമുക്കുള്ളായി വന്നീനുള്ള മല്ലായി ഇടിക്കട്ടാ കവർ അയ്യോ. ഇനി പോയിട്ട് ചാടിയിട്ടൊരു കുളിയിട്ടാ. പള്ളി നിറഞ്ഞ് ഭക്ഷണം നിറഞ്ഞ് കുഞ്ഞാവ് അടിയിലെത്തി. ഇതൊക്കെ ഈ ചെറിയ കൊമ്പുമല ഉണ്ട് എന്ന് പറഞ്ഞത്. നമുക്ക് ഇനി എന്താണ് അവസരം വണ്ടിയല്ലേ ചെറിയ സ്ക്രാച്ച് ആയില്ല. അതുണ്ടാ നിങ്ങൾ ഈ മരത്തുമ്മ കയറൂലേ? അതെ പോയി കഴിഞ്ഞാലേ അപ്പൊ ബുർജ് ഖലീഫന്റെ മുകളിൽ കയറിയിരുന്ന ലിഫ്റ്റ് കയറൂല. ലിഫ്റ്റിലും കയറൂല. ആ ഇതിമൂട് കയറിയ കുലുങ്ങ മരക്കാര് ആ സുഖമായിട്ട് കയറാ. സിമ്പിൾ. ഇതിമ കൂടി കയറിയിട്ട് അങ്ങനെ കയറിയിട്ട് കാര്യമില്ല മരക്കാരാ. ഇതിന്റെ മുകളിൽ കയറി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ പിടിച്ചാൽ ഇവിടെ റെഡിയാണ്. ഇവിടെ നെറ്റ് പോലെ നമ്മളിവിടെ ഇത് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടൂല. പിന്നെ ഞാൻ ചുള്ളിയൊന്നും പിടിച്ച് കൊലുക്കിയിട്ട് കാര്യമില്ല. എങ്ങോട്ട് കയറി വാ. ഞാൻ നേരത്തെ വരെ തുഞ്ചത്ത് വരെ വന്ന് ഞാൻ മറന്നുകാണ്ട് പിന്നെ ഇറങ്ങിയതാണ്. കണ്ട് കുൽക്കാൻ മറന്ന് നാട്ടിലില്ല. നാട്ടിൽ ഭയങ്കര ഹൈറ്റ് കൂടും. അല്ല ആ സിലബസും ഈ സിലബസും വ്യത്യാസമുണ്ട്. സിലബസ് പാകിസ്ഥാനികളെ കാണിച്ചു തരും. ഇവിടുത്തെ സിലബസ് വലിഞ്ഞു കയറും. ഒരു 5 ഉറുപ്പിക എടുത്താൽ മതി. പാകിസ്ഥാനികൾ കയറിണ്ട് മോശാട്ടാ. ഓലിക്ക് കേറുന്ന കണ്ടു കഴിഞ്ഞാല് സംഭവം നല്ല കിട്ടിക്കണില്ലേ? പക്ഷെ ഓരോരുത്തർ മിസ്യൂസ് ചെയ്യാണ്. ഓരോരുത്തരേ നല്ല മിസ്യൂസ് ചെയ്യാണ്. അവിടെ നല്ല ഫൈൻ ഇടുന്നുണ്ട്. പോലീസുകാർ വന്ന് ഫൈൻ ഇടൽ തുടങ്ങി. കാരണം വിറ്റ് ഓരോരുത്തർ കയറിക്കാണ്ട് മരം പൊട്ടിക്കാണ്. വലിയ മരങ്ങൾ പൊട്ടിച്ചിട്ടേ കിട്ടിയ നോട്ടെ സിറ്റിയില്ല. എല്ലാം പിന്നെ പക്ഷെ സംഭവം വേർത്ത് കുളിച്ചു. ഇനി അടുത്ത എവിടെ ഇവിടെ കുളിക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കട്ടെ. സംഭവം പൊളിച്ച് സംഭവം അവിടെ നമുക്ക് അത്യാവശ്യം സംഖ്യക്ക് ഇറക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നല്ല കിട്ടിയെന്നോ. പക്ഷെ ഓരോരുത്തർ അല്ലേ നമ്മൾ ഇത്രയും ദൂരം വന്ന് നമ്മൾ നാട്ടിലേക്ക് കിട്ടണ സാധനം നമുക്ക് ഇവിടെ കിട്ടുമ്പോഴേ ഇവിടുന്ന് കയ്യേക്കാം. ഇവിടുന്ന് കയ്യും കേൾക്കാം. നമുക്ക് പൊളിയായി. സംഭവം രസമായി. ഇവിടെ വണ്ടി പാർക്കിങ്ങിലിട്ട് ഇനി ഒന്ന് കയ്യൊക്കെ ഒന്ന് കൈ കെട്ടാദ്യം. അങ്ങനെ നാവലും പഴം കാര്യങ്ങളൊക്കെ അറുത്ത് നമ്മൾ ഇടിക്കലുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കൈകിയിട്ട് വേണം കഴിക്കാൻ.
മുറിയായില്ല. അത്യാവശ്യം അവിടെ നിന്ന് കണ്ട് തിന്നിക്കണേ. ഇനി ഇവിടെ അത്ത ഡാമുണ്ട്, ആ ഡാമൊക്കെ നമ്മൾ പോകുന്നത് ഡാമൊക്കെ. ഇത് നമ്മളെ ഗോർഫക്കാരിലൊക്കെ കണ്ടില്ലേ ബിദിയ മസ്ജിദ് ഇന്ന മാർക്ക് ഒരു സംഭവം ആ കണ്ട് ചോപ്പ് മണ്ണൊക്കെ ചോപ്പ് പാറ അല്ലേ, അതൊരു വെറൈറ്റി ആയി. ആ രസമായി. ഈത്തപ്പഴത്തോട്ടം നമ്മളെ നാട്ടിലെ കൈങ്ങത്തോട്ടത്തിൻ്റെ അല്ലേ, കൈങ്ങത്തോട്ടത്തിൻ്റെ ഒക്കെ ഒരു ഫീല് ഈത്തപ്പഴമാണ്. കൊല്ലക്കല്ല അല്ലേ, അടിപൊളി. ഈ ചൂടത്ത് നോക്കാം ഈ പാവം പാകിസ്ഥാനാണ്. അത്തിപ്പഴമാണ്, അത്തിപ്പഴത്തിൻ്റെ തോട്ടമാണ്. അത്തിപ്പഴം യെസ്. നല്ല ഗ്രാമീണ കാഴ്ചകളുമായി അത്തയിൽ മാഷാ അല്ലാഹ് ഷെയ്ഖുമാരെ ഫോട്ടോ അല്ലേ. കണ്ണട ഓട്ട കണ്ണട ഇങ്ങോട്ട് വാ. ഇതൊക്കെ ബോട്ട് സർവീസ് കാണിച്ചു. നല്ല കയാക്കിംഗ് ഉണ്ട്, ബോട്ട് സർവീസ് ഉണ്ട്. നല്ല രസമായില്ല, അടിപൊളിയില്ല. രസമായില്ലേ? ചെറിയ പാർക്ക് തെർമാകോളേജ് സംഭവം രസമായി. ഡമ്മി ഉണ്ടാക്കി വെച്ചിരിക്കില്ല. ഏത്? ആ ചെറിയ ഇവിടുന്ന് വെള്ളം ഒലിക്കേണ്ട ഇത് നേരെ ചാടും. കുട്ടികളെ പാർക്ക് പാർക്കടാ, എന്തെങ്കിലും ഓഫീസും കാര്യങ്ങളൊക്കെ ആയിക്കാരം. ഇപ്പം ഇറങ്ങില്ല നമ്മൾ ഇവിടുന്ന്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് വെള്ളം കണ്ട് ആ വെള്ളം കടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഞാൻ എന്താ പറഞ്ഞത്, ഈ ഊരി വെക്കണം. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അറിയോ? ഇങ്ങോട്ടൊക്കെ എന്റെ ബാഗ് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ എവിടെ പോയാലും നമ്മൾ കൂടെ കൊണ്ടെടുക്കുന്ന സംഗതിയാണ്. ബാഗ്, ചെരുപ്പ്, ഡ്രസ്സ്, കാര്യങ്ങളൊക്കെ. എന്താ കൂടുതലാണ് അതോ അവിടെയൊക്കെ. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അറിയോ ആൾക്കാരാ? ഈ കവർ എന്തിനാ വെച്ചാല് നമ്മളെ ഷൂ കാര്യങ്ങളൊക്കെ ഇട്ടേക്കാൻ, ബാഗിൽ ചളിയാവാതിരിക്കാൻ ഇട്ടുകാണ്ട് കവറ്. ഡ്രസ്സ് നനഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് വെക്കാനുള്ള കവർ ഇതിലുണ്ട്. ബാഗ്, ഡ്രസ്സ്, പിന്നെ തോർത്തുമുണ്ട്, ഇതൊക്കെ ഇട്ടിട്ട് ബാഗൂതാ. ഓല വണ്ടിയാണോ തോന്നിട്ടാ? ആ ബാഗൂതാ ഞാൻ ആയിക്കോട്ടെ. അല്ല അയക്കാൻ പറ്റുമോ? ചങ്ങനെ കയറി വാ, ഇങ്ങനെ കയറി വാ. ആ ഏയ് കുഞ്ഞാവാ, മീനൊക്കെ ഉണ്ട് കേട്ടോ ഇതില്. എന്താ സെറ്റ്. അടിപൊളി. ഇനി ഒരു കുളി എന്തായാലും ഇവിടുന്ന് പാസ്സാക്കും. പോരാ, കുളി പാസ്സാക്കാം. അത് നാണി മീനുണ്ട്. കുഞ്ഞാവാ നാട്ടിലേ നല്ല മഴയാണ്. ഇവിടെ നല്ല ചൂടാണ്. കേട്ടില്ല? ആ നാട്ടിൽ ഞങ്ങൾ പാടത്ത് കൂടി നടക്കണ മാതിരിക്ക. മീനുണ്ട് ഇവിടെ. ആ അങ്ങനെ നമ്മൾ എത്തി അല്ലേ? ഇവിടെ ഇങ്ങോട്ട് കയറിയാൽ മതിയല്ലോ. ഇവിടെ കയറാം. എങ്ങനെയുണ്ട്? ആ അടിപൊളി. വൈകി വരേണ്ട സ്ഥലമാണ്. നല്ല തണുത്തുള്ള കേട്ടോ ഇവിടെ. എന്നിട്ട് നമ്മൾ ആ ഒൽമ്പ എടുക്കുക. നല്ല അടിപൊളിയാ. രണ്ടാൾക്കാർ ഒന്നും പാടി നല്ല ഒഴുക്കുള്ള വെള്ളം ഉണ്ടാന്ന് നോക്കാൻ വേണ്ടി അവരവിടെ കാണൂല. ഒരു ടീഷർട്ട് കിട്ടിയിരിക്കണേ. അതിന് മീനിനെ പിടിക്കാണ്.
അതിലൊന്നും കിട്ടൂല കുഞ്ഞാവ. ചെറിയ ചെറിയ മീനാളുണ്ട് കേട്ടോ. ഇടാ ഇവിടെ അങ്ങനെ കാറ്റിൽ കെട്ടിക്കണം. അല്ല ആദ്യം ഓരോരുത്തരും മണ്ടിച്ചട്ടെ. ആ ചെറിയ കണ്ടത്തേക്ക് മണ്ടിക്ക്. ആണ്ട് പോടാ. മീനോട് പോകാൻ പറയുന്നു. കിട്ടിയാ ഇതാ ഇതാ ഇതിലുണ്ട്. അതാ നമ്മളെ വലിഞ്ഞ ആൾക്കാരതാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടല്ലേ. ഇതിലെ പോയി പിള്ളേ അല്ല പോയി ഇതിലാ. നീ എല്ലാം ഇതിലെ പോയി അതിനെ ആൾക്കാരാ. ചായ കുടി കഴിഞ്ഞ് ചായ കുടിച്ചു, വെള്ളം കുടിച്ചു, വെയ്യ വള്ളത്തിലൊക്കെ കളിച്ച് നാവൽപ്പൊക്കെ അറുത്ത് എല്ലാവരും കണ്ടില്ലേ. അപ്പം ഇനി വിടട്ടെ, ഇനി ദുബായി പോകണം. മരക്കാരുണ്ട് നമ്മളെ കൂടെ. മരക്കാർ ഇതാ ചായ കുടിക്കാണ്. പിന്നെ നമ്മളെ ചങ്ങായി റൌഫ്, കുഞ്ഞാവ. അപ്പം എല്ലാവരും കൂടിയും ഈ യാത്ര തിരിക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാല്ലേ. അടുത്ത വീഡിയോ നമ്മൾ ഇൻഷാ അല്ലാഹ് വേഗാണ്ട് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. നല്ല ടാറ്റ അടിക്കണേ.